Hello students, section 3.2 increasing and decreasing function ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ ഓൾമോസ്റ്റ് എല്ലാ ഡെഫിനേഷൻസും നമ്മൾ ലാസ്റ്റ് വീഡിയോയോട് കൂടി കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതിൽ വരുന്ന എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ആദ്യത്തെ എക്സാമ്പിൾ എന്താണെന്നുള്ളത് നോക്കാം. ഷോ ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇസ് ഇൻക്രീസിങ് അറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു 2. അപ്പോൾ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ? നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെന്ന് കാണിക്കണം. എവിടെ ഇൻക്രീസിങ് ആണെന്ന്? എക്സ് നോട്ടിൻ്റെ വാല്യൂ 2 ആകുമ്പം ഇത് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെന്നുള്ളത് കാണിക്കണം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇൻക്രീസിങ് ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? എന്തായിരുന്നു ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ പറയുന്നത്? നമ്മൾ ഒരു എ ബി എന്നൊരു ഇൻ്റർവെല്ലിന് എക്സ് നോട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ രണ്ട് കണ്ടീഷൻസ് ആക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആദ്യത്തെ കണ്ടീഷൻ? ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇഫ് എ ലെസ് ദാൻ എക്സ് നോട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ എഫ് ഓഫ് എക്സ് നോട്ട് ആയിരിക്കണം. ആൻഡ് സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഇഫ് എക്സ് നോട്ട് ലെസ് ദാൻ ബി ദാറ്റ് ഇംപ്ലൈസ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ് നോട്ട് ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻസാണ് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആവാൻ വേണ്ടിയിട്ട് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. എക്സ് നോട്ടിൻ്റെ വാല്യൂ 2 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു എ ബി എന്നുള്ള ഒരു ഓപ്പൺ ഇൻ്റർവൽ ഫൈൻഡ് ഔട്ട് ചെയ്യണം. 2ന് കണ്ടെയ്ൻ ചെയ്തുകൊണ്ടുള്ള ഒരു എ ബി ഓപ്പൺ ഇൻ്റർവൽ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഏത് ഇൻ്റർവെൽ വേണമെങ്കിലും എടുക്കാം 2 കണ്ടെയ്ൻ ചെയ്യണം. കാരണം 2 ഇൻ ബിറ്റ്വീൻ വരുന്ന ഏത് നമ്പേഴ്സ് വേണമെങ്കിലും നമുക്ക് ഓപ്പൺ ഇൻ്റർവെലാക്കിയിട്ട് എടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുന്നത് 2 എന്ന് പറയുന്ന എക്സ് നോട്ടിൻ്റെ നിയർ ബൈ വരുന്ന ഇൻ്റർവെൽസ് ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഇൻ്റർവെലായിട്ട് 1നെയും 3നെയും ചൂസ് ചെയ്യാം. 1ഉം 3 ചൂസ് ചെയ്യണമെന്നില്ല. പക്ഷേ നമുക്ക് വേണമെങ്കിൽ 0-4 എടുക്കാം, അല്ലെങ്കിൽ 0-3 എടുക്കാം. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യുക? എപ്പോഴും ആ ഇൻ്റർവെൽ ചൂസ് ചെയ്യുമ്പം എക്സ് നോട്ടിനോട് നിയർ ബൈ കിടക്കുന്ന ഇൻ്റർവെൽ തന്നെ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് വാല്യൂ കിട്ടുള്ളൂ. അപ്പം നമ്മൾ എ ബി എന്നുള്ള ഇൻ്റർവെൽ ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഈ ഒരു ഇൻ്റർവെല്ലിനെ സ്പ്ലിറ്റപ്പ് ചെയ്യാൻ പോവാണ്. 1 to 2 ആൻഡ് 2 to 3 എന്നുള്ള രണ്ട് ഇൻ്റർവെൽസ് ആക്കിയിട്ട് സ്പ്ലിറ്റപ്പ് ചെയ്തു. ഇനി ഈ രണ്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ഇൻക്രീസിങ് ഫംഗ്ഷനിൽ വരുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ എന്തായിരുന്നു? 1 ലെസ് ദാൻ 2 ആകുമ്പം എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ എഫ് ഓഫ് എക്സ് നോട്ട് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരുന്നത്? എക്സ് നോട്ട് സ്ക്വയർ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ 4 എന്ന് കിട്ടും. ഓക്കെ. ഇനി ആദ്യത്തെ ഈ ഒരു ഇൻ്റർവെൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പം ഗ്രാഫിക്കലി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറിൻ്റെ കേസ് ഈ ഒരു ഗ്രാഫാണ് വരുന്നത്. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും ഗ്രാഫ് വരാം. അപ്പോൾ നമ്മൾ 1-2 എന്നുള്ള ഇൻ്റർവെൽ ഏകദേശം 1-3 എന്നുള്ള ഇൻ്റർവെൽ ഓപ്പൺ ഇൻ്റർവെൽ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ 2 ഇവിടെ ആയിരിക്കുമല്ലോ വരാം. അപ്പോൾ 2ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഗ്രാഫിൽ ആ പോയിൻ്റ് മാർക്ക് ചെയ്യാം. പിന്നെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള 1 തൊട്ടിട്ട് 2 വരെയുള്ള ഇൻ്റർവെലിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു എക്സിനെയാണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും കറസ്പോണ്ടിങ് വൈ വാല്യൂ എന്ന് പറയുന്നത്? എപ്പോഴും എഫ് ഓഫ് എക്സ് നോട്ടിൻ്റെ വാല്യൂവിനെ കാട്ടിയും കുറവായിരിക്കും, അല്ലെങ്കിൽ എഫ് ഓഫ് 2ൻ്റെ വാല്യൂവിനെ കാട്ടിയും കുറവായിരിക്കും വരാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്ത് കൺക്ലൂഡ് ചെയ്യാം? നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എഫ് ഓഫ് എക്സ് നോട്ട് ആണ് എന്നുള്ളത് ഇവിടുന്ന് പറയാൻ പറ്റും. ഇനി സെക്കൻഡ് കേസിൽ നമ്മൾ ഈ ഒരു ഇൻ്റർവെല്ലാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 ലെസ് ദാൻ 3 എടുക്കുക. ആ കണ്ടീഷനിൽ നമുക്ക് എന്താ കിട്ടേണ്ടത്? എക്സിൻ്റെ വാല്യൂ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ് നോട്ടാണ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഇൻ്റർവെൽ എവിടെയാണ് വരിക? 2ൻ്റെയും 3ൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് വരിക. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മളൊരു എക്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് എഫ് എക്സ് വാല്യൂ ഏകദേശം ഇവിടെ ആയിരിക്കും വരാം. അപ്പോൾ അതെന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് നോട്ടിൻ്റെ വാല്യൂവിനെ കാട്ടിയും കൂടുതലായിരിക്കും. അപ്പോൾ അവിടുന്ന് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ് നോട്ട് ആണ് എന്നുള്ളതും കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ഇൻക്രീസിങ് ഫംഗ്ഷൻ്റെ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഒരു ഇൻക്രീസിങ് ഫംഗ്ഷനാണ് അറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു 2 എന്നുള്ളത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ ഇൻക്രീസിങ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ടാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ വേറൊരു കണ്ടീഷനും കൂടി പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ
0 ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, അപ്പം ഈ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എഫ് ഓഫ് എക്സ് എന്താ വരുന്നത്, x² ആണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2x ആയിരിക്കും. അപ്പം അറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു 2ൽ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 4 ആണ്. 4 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് എന്ത് പറയാൻ പറ്റും, തന്നിട്ടുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x² ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ് എന്നുള്ളത് പറയാൻ പറ്റും. ഓക്കെ, ഇതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. വെൻ ഡസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x - 5 ചേഞ്ചസ് സൈൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മളെടുത്ത് ഈ ഒരു തന്നിട്ടുള്ള ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് ചെക്ക് ചെയ്യണോ എന്നല്ല പറഞ്ഞിട്ടുള്ളത്. തന്നിട്ടുള്ള ഫംഗ്ഷൻ എപ്പോഴാണ് സൈൻ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ ഫംഗ്ഷൻ എന്താണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x - 5 ആണ്. അതൊരു ലീനിയർ ഫംഗ്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ ഒരു ഫംഗ്ഷൻ്റെ സൈന് ഏത് വാല്യൂ എത്തുമ്പോഴാണ്, എപ്പോഴാണ് ഇതിൻ്റെ സൈന് ചേഞ്ച് ചെയ്യാന്നുള്ളത്. അതായത് ഒന്നെങ്കിൽ പോസിറ്റീവിന് നെഗറ്റീവിലേക്ക് മാറുക, അല്ലെങ്കിൽ നെഗറ്റീവിന് പോസിറ്റീവിലേക്ക് മാറുക. അങ്ങനെ സൈൻ ചേഞ്ച് എപ്പോഴാണ് ഈ ഒരു ഫംഗ്ഷന് വരിക എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ സൈൻ ചേഞ്ച് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, സൈൻ ചേഞ്ച് പറഞ്ഞാൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എപ്പോഴാണ് നെഗറ്റീവ് ആവുന്നത്, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എപ്പോഴാണ് പോസിറ്റീവ് ആവുന്നത് എന്നുള്ളത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഏത് പോയിന്റ് വെച്ചിട്ടാണോ ഈ ഒരു ചേഞ്ച് വരുന്നത് ആ പോയിൻ്റാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാറുള്ളത്. അപ്പം എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ നമുക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട് 3x - 5 ലെസ് ദാൻ 0 ആവുന്ന കേസാണെന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ -y പിടിച്ചിട്ട് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ നമുക്കിതിന് 3x ലെസ് ദാൻ 5 എന്ന് എഴുതാം. അവിടുന്ന് x ലെസ് ദാൻ 5/3 എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പം എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ 5/3 ആവുന്ന കേസിലാണ് നമുക്ക് ഫംഗ്ഷൻ്റെ നെഗറ്റീവ് വാല്യൂസ് കിട്ടുന്നത്. അതായത് 5/3ൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് വാല്യൂസ് എന്താണ്, നെഗറ്റീവ് വാല്യൂസ് ആണ് കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്ത കേസ് എന്താണ്, എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എപ്പോഴാണ് പോസിറ്റീവ് സൈൻ ആവുന്നത് എന്നുള്ളത്. അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഫംഗ്ഷൻ അവിടെ എഴുതുക 3x - 5 ഗ്രേറ്റർ ദാൻ 0. -5നെ പിടിച്ച് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ 3x ഗ്രേറ്റർ ദാൻ 5 എന്ന് കിട്ടും. അവിടുന്ന് എക്സ് ഗ്രേറ്റർ ദാൻ 5/3 എഴുതാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, 5/3 എന്നുള്ള പോയിൻ്റ്, എക്സ് ഈക്വൽ ടു 5/3 എന്നുള്ള പോയിന്റിലാണ് നമ്മുടെ സൈൻ ചേഞ്ച് വരുന്നത്. ഇനി അറ്റ് എക്സ് ഈക്വൽ ടു 5/3 എന്താണ് നമ്മുടെ വാല്യൂ എന്നുള്ളതും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ തന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x - 5 ആണ്. അവിടെ എക്സിൻ്റെ വാല്യൂ നമ്മൾ 5/3 കൊടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് 5/3 എന്ത് കിട്ടും, 3 × 5/3 -5 എന്ന് കിട്ടും. 3യും 3യും ക്യാൻസൽ ചെയ്താൽ 5 - 5 0 എന്നുള്ള കിട്ടും. അപ്പം അറ്റ് എക്സ് ഈക്വൽ ടു 5/3 നമ്മുടെ വാല്യൂ 0 ആണ്. 5/3നെക്കാട്ടിയും കുറവാണ് എക്സിൻ്റെ വാല്യൂ എന്നുണ്ടെങ്കിൽ അവിടെ നെഗറ്റീവ് വാല്യൂസ് ആണ് വരുന്നത്. 5/3നെക്കാട്ടി കൂടിക്കഴിഞ്ഞാൽ അവിടെ പോസിറ്റീവ് വാല്യൂസ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് ഏകദേശം ഈ ഒരു ഫോമിലായിരിക്കും വരിക. അപ്പോൾ 5/3 എന്നുള്ള പോയിൻ്റ് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ അറ്റ് 5/3 0 ആണ് വരുന്നത്. 5/3ൻ്റെ താഴേക്ക് നെഗറ്റീവ് വാല്യൂസും 5/3ൻ്റെ മേലേക്ക് പോസിറ്റീവ് വാല്യൂസും ആയിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഒരു സ്ലോപ്പൊക്കെ ഉള്ള സ്ട്രെയിറ്റ് ലൈനാണ് നമുക്കിതിൻ്റെ ഗ്രാഫ് ആക്കിയിട്ട് കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം 5/3 എന്നുള്ള പോയിന്റിലാണ് വെൻ ഡസ് ദ സൈൻ ചേഞ്ചസ് എന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ 5/3 അറ്റ് എക്സ് ഈക്വൽ ടു 5/3ലാണ് ഈ ഒരു ഫംഗ്ഷൻ്റെ സൈന് ചേഞ്ച് ആവുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ 3. വേർ ഡസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x² - 5x + 6 ചേഞ്ചസ് സൈൻ. നേരത്തെ നമ്മൾ ചെയ്ത അതേ എക്സാമ്പിളിനെ പോലെ തന്നെയാണ്, പക്ഷേ ഇവിടെ ഫംഗ്ഷൻ ലീനിയർ ഫംഗ്ഷൻ അല്ല, പകരം ഒരു ക്വാഡ്രാറ്റിക് ഫംഗ്ഷനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ എക്സിൻ്റെ വാല്യൂ കണ്ടെത്താം. അതായത് എഫ് ഓഫ് എക്സ്, എക്സിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് 0 കിട്ടുക എന്നുള്ള പോയിൻറ്റ്സ് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ അതിന് നമുക്ക് ഒന്നെങ്കിൽ ക്വാഡ്രാറ്റിക് റൂൾ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇതിനെ ഫാക്ടറൈസേഷൻ ചെയ്താലും മതി. ഓക്കെ, ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ റൂൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ക്വാഡ്രാറ്റിക് ഫോർമുല എന്താണ്, എക്സ് ഈക്വൽ ടു -b ± √b² - 4ac ഹോൾ ഡിവൈഡഡ് ബൈ 2a. ഇത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്കിതിനെ ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് കണ്ടാലും മതി. അപ്പോൾ എങ്ങനെയായാലും നമുക്ക് ക്വാഡ്രാറ്റിക് ഫോർമുല ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ ഒന്നെങ്കിൽ 2 അല്ലെങ്കിൽ 3 എന്നുള്ള വാല്യൂസ് കിട്ടും. ഓക്കെ, ഇനി ഫാക്ടറൈസേഷൻ മെത്തേഡ് ആണെങ്കിൽ നമുക്കിതിനെ x - 2 × x - 3 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം, വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ,
ഇനി എക്സിൻ്റെ വാല്യൂ 2 ആകുമ്പോഴും എക്സിൻ്റെ വാല്യൂ 3 ആകുമ്പോഴുമാണ് നമുക്ക് ഫംഗ്ഷൻ 0 കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രൊസീജിയറിൽ ഇതിൻ്റെ ആൻസർ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഇതിനെ ജസ്റ്റ് ഒന്ന് ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്യുക. അപ്പോൾ ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x = 2 എന്നുള്ള ലൈനും x = 3 എന്നുള്ള ലൈനുമാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അപ്പോൾ x = 2 എന്നുള്ള ലൈൻ എങ്ങനെയായിരിക്കും വരിക, ഈ ഒരു ഫോമിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. 2 എന്നുള്ള പോയിന്റിൽ x = 3 എന്നുള്ള പോയിന്റ് ലൈൻ എന്ന് പറയുന്നത് ഈ ഒരു ഫോർമുലയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് രണ്ടും അവിടെ മാർക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, കാരണം ഇതിപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടിയിട്ടുള്ളത്, ഈ ഒരു പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ 2 0 ആണ്, ഇത് 3 0 ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ y വാല്യൂ 0 ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ y ആക്സിസിന് പാരലലായിട്ട് ഈ ലൈന് വരച്ചിട്ടുള്ളത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് പ്ലോട്ട് ചെയ്യാൻ അറിയാവുന്നതുകൊണ്ടാണ് കൂടുതലായിട്ട് പറയാത്തത്. അപ്പോൾ നമ്മൾ ഈ രണ്ട് ലൈൻസ് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമ്മളിത് 3 കണ്ടീഷൻസ് ആക്കിയിട്ടാണ് ഇതിൻ്റെ ആൻസർ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ കണ്ടീഷൻ വാല്യൂസ് 2നെക്കാട്ടും കുറവാകുമ്പം അവിടെ എന്താണ് സൈന്, ഇൻ ബിറ്റ്വീൻ 2 and 3 ആകുമ്പം എന്താണ് സൈന് വരുന്നത്, ഗ്രേറ്റർ ദാൻ 3 ആകുമ്പം എന്താണ് സൈന് വരുന്നത്. ഇതാണ് നമ്മളിനി ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസ് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് കേസ് എന്താണ്, എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ 2 ആകുമ്പോൾ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ 2 ആകും എന്ന് പറയുന്നത് ഈ ഒരു റീജിയൻ ആണല്ലേ. ആ റീജിയൻ, ഈ ഒരു റീജിയൻ മീൻസ് ഇങ്ങോട്ടേക്കുള്ള എല്ലാ റീജിയൻ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അപ്പോൾ ആ റീജിയനിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു പോയിൻ്റ് എടുക്കാം. ഇപ്പം 2നെക്കാട്ടും ചെറുതായിട്ടുള്ള ഒരു പോയിൻ്റ് നമുക്ക് വേണമെങ്കിൽ 1 എടുക്കാം, അല്ലെങ്കിൽ 0 എടുക്കാം, ഏതെങ്കിലും ഒരു വാല്യൂ എടുക്കാം. എന്നിട്ട് നമ്മുടെ ഫംഗ്ഷൻ തന്നിട്ടുള്ള ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം f(x)ൽ. അപ്പോൾ നമ്മൾ 0 ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ f(0) നമുക്ക് എന്ത് കിട്ടും, f(0) നമുക്ക് 6 എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഗ്രാഫ് ഒന്നുകൂടി ഇങ്ങോട്ട് പ്ലോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ 2 ആവുന്ന കേസിൽ നമ്മൾ ഒരു പോയിൻ്റ് എടുത്ത് f(x)ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പം നമുക്ക് 6 എന്നുള്ള വാല്യൂ കിട്ടി. 6 എന്താണ്, ഗ്രേറ്റർ ദാൻ 0 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും, f(x)ൻ്റെ വാല്യൂ നമ്മൾ എക്സിന് ലെസ് ദാൻ 2 കൊടുത്ത കേസിൽ f(x) ഗ്രേറ്റർ ദാൻ 0 കിട്ടിയുണ്ട്. ഈ ഒരു റീജിയനിൽ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ഇൻക്രീസിങ് ഫംഗ്ഷൻ ആകുമ്പോൾ അവിടെ സൈൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. അത് നമ്മൾ ജസ്റ്റ് അവിടെ മാർക്ക് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ സെക്കൻഡ് കേസ് നോക്കേണ്ടത് 2ൻ്റെയും 3ൻ്റെയും നടുക്കുള്ള പോയിൻറ്റ്സിൽ, അതായത് നടുക്കുള്ള റീജിയനിൽ എന്താണ് ഫംഗ്ഷൻ്റെ സൈൻ എന്നുള്ളതാണ്. അപ്പം ഇൻ ബിറ്റ്വീൻ 2 and 3 ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പോയിൻ്റ് കൺസിഡർ ചെയ്യുക. 2.1 2.2 2.5 ഏതെങ്കിലും എടുക്കാം. അത് നമ്മൾ f(x)ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം f(2.1) ആണ് എടുത്തിട്ടുള്ളതെന്ന് വിചാരിക്കാം. അത് നമ്മൾ f(x)ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു ലെസ് ദാൻ 0 ആയിട്ടുള്ളൊരു വാല്യൂ ആയിരിക്കും. നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ലെസ് ദാൻ 0 കിട്ടും. അപ്പോൾ ലെസ് ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡിക്രീസിങ് ഫംഗ്ഷനാണ്. ഡിക്രീസിങ് ഫംഗ്ഷൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അപ്പോൾ ആ നെഗറ്റീവ് അവിടെ മാർക്ക് ചെയ്ത് വെക്കാം. ഇനി ഏതാണ് കേസ് ഉള്ളത്, എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 3 ആകുമ്പം. ഗ്രേറ്റർ ദാൻ 3 ആകുമ്പം 3നെക്കാട്ടും വലിയൊരു വാല്യൂ നമ്മൾ f(x)ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ 4 കൊടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ ഗ്രേറ്റർ ദാൻ എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 3 ആകുമ്പോഴും അവിടെ ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ 3 റീജിയനിലും വരുന്ന സൈനിൻ്റെ ചേഞ്ചസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ x = 2 എന്നുള്ള പോയിന്റിൽ നമ്മുടെ ഫംഗ്ഷൻ്റെ സൈൻ അങ്ങോട്ട് മാറുന്നുണ്ട്, പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് മാറുന്നുണ്ട് എന്നുള്ളത് പറയാം. ആൻഡ് അറ്റ് x = പോസിറ്റീവ് ടു നെഗറ്റീവ്, x = 3 ആണ് എടുത്തതെന്നുണ്ടെങ്കിൽ അവിടുന്ന് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് നമ്മുടെ സൈന് മാറുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് ഒരു വാല്യൂ ആ ഫംഗ്ഷന് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ആൻസർ എവിടുന്നാണ് എങ്ങോട്ടേക്കാണ് സൈൻ ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളത് പറയാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷനിൽ കൊടുക്കാണ്ട് ഇപ്പോൾ നമ്മളിപ്പം ആ ഒരു ഫംഗ്ഷനെ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്, ഫാക്ടേഴ്സ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തു അല്ലേ. x - 2 × x - 3 ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തു = 0. ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു. ഇനി ഈ രണ്ട് ഫാക്ടേഴ്സ് നോക്കിയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ഒരു 3 കേസസ് പറയാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഗ്രാഫ് അതേപോലെ പ്ലോട്ട് ചെയ്ത് വെച്ചു. ഇനി x ലെസ് ദാൻ 2 ആവുന്ന കേസിൽ x ലെസ് ദാൻ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2നെക്കാട്ടും ചെറിയ ഒരു വാല്യൂ വരുമ്പം, 2നെക്കാട്ടും ചെറിയ വാല്യൂ വരുമ്പം ഇതിലെ ഫസ്റ്റ് ഫാക്ടർ എന്താ വരുന്നത്, 2നെക്കാട്ടും ചെറിയ ഒരു വാല്യൂന്ന് 2 നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും,
ഇപ്പോൾ 0 ആണ് എടുക്കുന്നതെങ്കിൽ 0 മൈനസ് 2 എന്ന് പറഞ്ഞാൽ -2 ആണ്. അതൊരു നെഗറ്റീവ് വാല്യൂ ആണ് അല്ലേ. നെഗറ്റീവ് വാല്യൂ ആണ് ആദ്യത്തെ എന്താ പറയുക വാല്യൂ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇവിടെയും നമ്മൾ -3 എക്സിന് 2നെക്കാട്ടിയും ചെറിയ വാല്യൂ 0 തന്നെ കൊടുത്തു നോക്കാം. 0 - 3 എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെന്നുള്ളത് കിട്ടും. അപ്പോൾ ഈ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവിൻ്റെ പ്രോഡക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതെപ്പോഴും എന്തായിരിക്കും, ഒരു പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 0 ആണെന്നുള്ളത് നമുക്ക് ഈ ഒരു ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടും കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള വാല്യൂ പോസിറ്റീവ് ആണെന്നുള്ളത് പറയാം. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് 2ൻ്റെയും 3ൻ്റെയും ഈ ഒരു റീജിയനാണ് കൺസിഡർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആദ്യത്തേത് എന്തായിരിക്കും, 2നെക്കാട്ടിയും വലിയൊരു വാല്യൂന്ന് 2 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് കിട്ടും. ഇനി 3നെക്കാട്ടിയും ചെറിയ വാല്യൂ ആണല്ലേ ഈ ഒരു റീജിയനിൽ വരാം. അപ്പം അതൊന്ന് 3 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് കിട്ടും. അപ്പോൾ നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് ഇസ് ഓൾവേസ് നെഗറ്റീവ്. സോ ഇറ്റ് ഈസ് ലെസ് ദാൻ 0 ആണെന്നുള്ളത് നമുക്ക് പറയാം. ഇനി മൂന്നാമത്തെ കേസ് ഗ്രേറ്റർ ദാൻ 3 ആണ്. അപ്പോൾ ഇവിടെ 3-നെക്കാട്ടി വലിയ വാല്യൂ 4 എടുത്തു കഴിഞ്ഞാൽ 4 - 2 എന്ന് പറയുന്നത് എന്താണ്, ഒരു പോസിറ്റീവാണ്. അഗെയിൻ 4 - 3 എന്ന് പറയുന്നത് ഒരു പോസിറ്റീവാണ്. അപ്പോൾ പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് ഇസ് എ പോസിറ്റീവ് വാല്യൂ വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ പോസിറ്റീവാണ് സൈൻ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ f(x)ൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്ട് ഈ ഫാക്ടേഴ്സ് നോക്കിയിട്ട് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സൈൻസ് ഇവിടെ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എക്സാമ്പിൾ ഒരു സിമ്പിൾ എക്സാമ്പിളാണ്. 2 പാർട്ടാക്കിയിട്ടാണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് x⁵5 - x³ - 2x² increasing or decreasing at x = -2. Second part is g of s equal to root of s square minus s increasing or decreasing at s equal to 2. അപ്പോൾ നമ്മളിവിടെ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ടെസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. അതായത് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. എക്സ് വാല്യൂസ് തന്നിട്ടുണ്ട്, അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രേറ്റർ ദാൻ 0 ഒരു പോസിറ്റീവ് വാല്യൂ ആണോ നെഗറ്റീവ് വാല്യൂ ആണോ കിട്ടുന്നത് എന്നുള്ളത് നോക്കിയാൽ മതി. അപ്പോൾ ആദ്യത്തെ കേസ് നോക്കാം, സൊല്യൂഷനിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്താണ്, f(x) equal to x⁵5 - x³ - 2x². ഓക്കെ, ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, 5x⁴ - 3x² - 4x. ഇനി അറ്റ് x = -2 ആകുമ്പോഴാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ -2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എഴുതാൻ പറ്റും, 5 × -2⁴ - 3 × -2² - 4 × -2 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് വാല്യൂസ് എടുത്തു കഴിഞ്ഞാൽ 80 - 12 + 8 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 76. 76 എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റർ ദാൻ 0 ആണ്, ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ ആണെന്ന് പറയാൻ പറ്റും, ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. അറ്റ് x = -2 എന്നുള്ളത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇനി സെക്കൻഡ് പാർട്ടും ഇതുപോലെ തന്നെ നമ്മൾ പ്രൂവ് ചെയ്താൽ മതി. g of s തന്നിട്ടുണ്ട്, റൂട്ട് ഓഫ് s² - s ആണ്. അപ്പം നമുക്കറിയാം f(x) equal to √x=ൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താണ് വരുന്നത്, 1/2√x ആണ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ s² - s ആണ്. അപ്പോൾ അവിടെ നമ്മൾ ചെയിൻ റൂളൊക്കെ അപ്ലൈ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയിൻ റൂളൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് g' ഓഫ് എസിൻ്റെ വാല്യൂ 1/2√s² - s ഇൻറ്റു 2s - 1 ആണ് എന്നുള്ളത് കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, എസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 2 ആണ് എന്നുള്ളത്. അപ്പോൾ എസിൻ്റെ വാല്യൂ എന്ത് ചെയ്യുക, ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 1/2 × s 2 ആണ്. അപ്പോൾ 4 - 2 ഇൻറ്റു 2 × 2 4 4 - 1 എന്ന് കിട്ടും. അപ്പോൾ ന്യൂമറേറ്ററിൽ 3 എന്ന് കിട്ടും. 3 / 2√2 എന്ന് കിട്ടും. 3 / 2√2 എന്ന് പറയുന്നത് അഗെയിൻ ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ തന്നിട്ടുള്ള ഫംഗ്ഷനും ഒരു ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. അറ്റ് s = 2 എന്നുള്ളത് പറയാൻ പറ്റും.